ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. ഓപ്പറേഷൻ സിന്ദൂറിൽ നാഷണൽ കേഡറ്റ് കോർപ്സ് പ്രശംസനീയമായ പങ്കാണ് വഹിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന എൻസിസി റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആദ്യ ആക്രമണം 1000 വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടികൾ. രാജ്യത്തിന്റെ കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും സമുദ്രമേഖലയിലെ ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് സമുദ്ര പ്രതാപ് കപ്പലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ തീരസംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ് ഗോവയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. 114.5 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 60% ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും സുപ്രീംകോടതി ജാമ്യം നിഷേധിച്ചു. 2020 പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടന്ന കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്നതാണ് കേസ്. പ്രതിഷേധത്തിനിടെ 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. കേസിൽ കുറ്റാരോപിതരായ മറ്റ് 5 പേർക്കും ജാമ്യം അനുവദിച്ചു. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനായി ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. വരുന്ന സീസണിൽ തന്നെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരാനാണ് തീരുമാനം. പാലക്കാട് ജില്ലയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചുമാറ്റേണ്ടി വന്ന പെൺകുട്ടിക്ക് വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്പോൺസർഷിപ്പ് പദ്ധതി പ്രകാരം പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കുട്ടിക്ക് കൃത്രിമ കൈ വയ്ക്കുന്നതിനായി ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. കേസിന്റെ പ്രാധാന്യം പരിഗണിച്ച് അടച്ചിട്ട കോടതിയിലാണ് ഇന്നും കേസ് പരിഗണിച്ചത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. മകരവിളക്കിന് 9 ദിനങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നു. വിവിധ വകുപ്പുകൾ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകളും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കും. ഡയാലിസിസ് ചെയ്ത 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രി അധികൃതരുടെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ തീരുമാനമായതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഹൈദരാബാദിൽ നടന്ന NDFB യോഗത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ നിയമ നടപടിക്ക് തയ്യാറാകുന്നതായി പരാതിക്കാരി സുമയ്യ. 2023 പരാതിക്ക് ആസ്പദമായ സംഭവം. കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചതായി സുമയ്യ പറഞ്ഞു. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വെങ്ങാനൂർ സ്വദേശി 59-കാരനാണ് മരിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച് നിലവിൽ 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ 2ാം പതിപ്പിന് ദിയുവിലെ ഖോഗ്ല ബീച്ചിൽ തുടക്കമായി. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയുവിൽ നടക്കുന്ന ഗെയിംസിൽ 2100-ലധികം അത്ലറ്റുകളാണ് പങ്കെടുക്കുന്നത്. ഗെയിംസ് ഈ മാസം 10 സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 30.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിൽ ഈ മാസം 12 പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ 13 നടക്കും. മലപ്പുറം പായിമ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് മറ്റന്നാൾ തുടക്കമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.